ആനിവേഴ്സറി നടക്കുകയാണ്. അപ്പോൾ കോൺവെൻറ്റ് സ്കൂളായതുകൊണ്ട് തന്നെ ക്രിസ്തുമസിൻ്റെ ആ രാത്രിയാണ് അവർ തീമായിട്ട് എടുത്തിരിക്കുക. അതിനുവേണ്ടി ഒരുപാട് കുട്ടികളെ നാടകത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ഏറ്റവും പ്രത്യേകമായിട്ട് അതിൽ ക്ഷണിക്കപ്പെട്ട ഒരു കുട്ടി എന്ന് പറയുന്നത് ഒരല്പം ബുദ്ധിമാന്യമുള്ളതാണ്. അവനിപ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ്. കാരണം അവന് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സദസ്സിനെ അഭിമുഖം ചെയ്യുവാനും 2 ഡയലോഗ് പറയാനുള്ള അവസരം ലഭിക്കുക. അതിനാൽ തന്നെ അവൻ ഒരുപാട് പ്രിപ്പറേഷനൊക്കെ നടത്തി. 2 ഡയലോഗേ അവനോട് സിസ്റ്റർ പറയാൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, ഇവിടെ സ്ഥലമില്ല, കടന്നു പോകും. ഇവിടെ സ്ഥലമില്ല, കടന്നു പോകും. ഈ 2 ഡയലോഗ് 2 പ്രാവശ്യം ആവർത്തിച്ചാൽ മതിയെന്ന് സിസ്റ്റർ പറഞ്ഞു. അവന് ഒരുപാട് സന്തോഷമായി. നല്ല രീതിയിൽ മേക്കപ്പൊക്കെ അണിഞ്ഞ് തലേദിവസം നല്ല നേരത്തെ കിടന്നുറങ്ങി അന്നത്തെ പരിപാടിക്ക് വേണ്ടി അവൻ തയ്യാറാവുകയാണ്. അപ്പോൾ നാടകം തുടങ്ങി. പയ്യെ പയ്യെ ഔസേപ്പിതാവും മാതാവും ഓരോ വ്യക്തികളും ഇങ്ങനെ നാടകത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇവൻ്റെ രംഗമെത്തിയപ്പോൾ ഇവൻ്റെ അമ്മ ഇവനോട് പറഞ്ഞു, മകനെ ഡയലോഗ് ഓർമ്മയുണ്ടല്ലോ? ഇവൻ പറഞ്ഞു, അമ്മച്ചി പേടിക്കേണ്ട ആവശ്യമില്ല, എനിക്കത് ബൈഹാർട്ടാണ്. ഇത്ര ഇതാണെങ്കിലും ഞാനത് പറഞ്ഞിരിക്കും. കാരണം ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ എനിക്ക് കിട്ടിയൊരു അംഗീകാരമാണെന്ന് ഈ പയ്യൻ പറയുകയാണ്. അങ്ങനെ നാടകം തുടങ്ങി. ഔസേപ്പിതാവും മാതാവും സത്രം സൂക്ഷിപ്പുകാരൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. സത്രം സൂക്ഷിപ്പുകാരനായ ഈ കുട്ടിയുടെ അടുത്തെത്തിയപ്പോൾ ഔസേപ്പിതാവ് വാതിൽ മുട്ടി. കുട്ടി വാതിൽ തുറന്നു. അവൻ ഘനഗംഭീരത്തോടുകൂടി പറഞ്ഞു, സ്ഥലമില്ല, ഇവിടെ നിന്ന് കടന്നു പോകും. ഔസേപ്പിതാവ് വീണ്ടും അപേക്ഷിച്ചുകൊണ്ട് പറയുന്നു. 2ാമത്തെ ഡയലോഗും അവൻ അതിനേക്കാൾ ഉച്ചത്തിൽ പറയുവാൻ വേണ്ടി ഗംഭീരത്തോടുകൂടി പറയാൻ തുടങ്ങുന്നതിന് മുൻപായി ഇവൻ്റെ കണ്ണുകൾ മാതാവിൻ്റെ മുഖത്തേക്ക് വീഴുകയാണ്. പിന്നീട് അവിടെ നിന്ന് അവൻ്റെ നിറവയറിലേക്ക്. ഇത് കണ്ടപ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. എന്തുത്തരം പറയണമെന്ന് അവൻ ശങ്കിക്കാൻ തുടങ്ങി. സൈഡിൽ നിന്നിരുന്ന സിസ്റ്റേഴ്സും ടീച്ചേഴ്സും കുട്ടികളുമെല്ലാം അവനോട് പറയുന്നുണ്ട്, എടാ ഡയലോഗ് പറ എന്ന് ആവർത്തിക്കുന്നുണ്ട്. അത് കേട്ട ഉടനെ അവന് വളരെ സംശയമായി, എന്തുത്തരം പറയണം. അവൻ സംശയിച്ച് നിന്നപ്പോൾ തുടർന്ന് സിസ്റ്റർ മറ്റൊരാൾ പറയുന്നുണ്ട്, ഇവനെയൊക്കെ പണ്ടേ കേറ്റേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഈ ശകാരവാക്കുകൾ കേട്ടപ്പോൾ ഇവൻ്റെ ഹൃദയം വേദനിച്ചു. പക്ഷെ ഡയലോഗ് പറയാതിരിക്കാൻ വയ്യല്ലോ. അവൻ പറഞ്ഞു. അവൻ സാവധാനം സ്വരം താഴ്ത്തി ഇപ്രകാരം പറഞ്ഞു, ഇവിടെ സ്ഥലമില്ല, പക്ഷെ എൻ്റെ വീട്ടിൽ സ്ഥലമുണ്ട്, നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോകാം. ഉടനെ തന്നെ സ്റ്റേജിലിരുന്ന ആളുകളും കുട്ടികളും മാതാപിതാക്കന്മാരും നിശബ്ദരാകുകയാണ്. സദസ്സിലും ഒരു തികഞ്ഞ നിശബ്ദത. ഉടനെ തന്നെ കർട്ടൻ ഇടാൻ സിസ്റ്റർ പറഞ്ഞു. കർട്ടൻ വീണു. ഉടനെ തന്നെ ഉയർന്നൊരു കയ്യടി ലഭിക്കുകയാണ്. സ്നേഹിതരെ, നാടകം പൂർണ്ണമായിട്ടല്ല അവസാനിച്ചത്. പക്ഷെ ആ കുട്ടിയുടെ ഒരൊറ്റ ഡയലോഗിൽ നാടകം അവസാനിച്ചു. ഇവിടെ സ്ഥലമില്ല, പക്ഷെ എൻ്റെ വീട്ടിൽ സ്ഥലമുണ്ട്. സ്നേഹിതരെ, ഔസേപ്പിതാവും മാതാവും ഈ ആഗമന കാലത്ത് സ്ഥലം അന്വേഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥലമൊരുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അവരകറ്റി നിർത്താതിരിക്കാൻ ശ്രമിക്കാം. എന്നാൽ പല കാര്യങ്ങൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും ഹൃദയം നിറഞ്ഞിരിക്കുമ്പോൾ ഓർക്കുക, അവിടെയാണ് ഈശോയ്ക്ക് ആദ്യമായി ജനിച്ചു വീഴാൻ അവസരം നാം കൊടുക്കേണ്ടത്. അതിനുവേണ്ടി പരിശ്രമിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.